ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പയ്യാനക്കലിലാണ്. പയ്യാനക്കലിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വോട്ടർ ബഹളം വെച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ ബൂത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് LDFനെതിരെ പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അഹമ്മദ് ദേവർകോവിൽ ഇതേ ബൂത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ബഹളം വെച്ചിരുന്നു. അതിനുശേഷം ഫൈസൽ ബാബു UDF സ്ഥാനാർത്ഥി ഇതേ ബൂത്തിലെത്തിയിരുന്നു. അതേസമയത്തും ഇതേപോലെ തന്നെ ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് LDF പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ ഇതേ ബൂത്തിൽ തന്നെ നേരിയ തരത്തിലുള്ള കയ്യാങ്കളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നടന്നിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നടക്കുന്നത്? ശ്രീനിവാസൻ, എന്താണ് സംഭവം? എന്താ അറിയില്ല. വോട്ട് ചെയ്തിറങ്ങിയതാ, ഇപ്പൊ വോട്ട് ചെയ്തിറങ്ങിയതാ. ഞാനൊക്കെ വോട്ട് ചെയ്തിറങ്ങിയതാ. വോട്ട് ചെയ്തില്ല, എനിക്ക് വോട്ട് ചെയ്യണം. അതന്നെ, ചക്കുംകടവ്. ശ്രീനിവാസൻ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടോ? സംഭവിച്ചാൽ അദ്ദേഹം ഇപ്പൊ വോട്ട് ചെയ്ത് 130-ാം ബൂത്തിൽ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയതാ. പോലീസ് പറയില്ല, വെറുതെ പറയാണ്, വെറുതെ പറയാ സാറേ. ഒരിക്കലും ഇല്ല. ഞാൻ വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്യാൻ ടോക്കൺ എടുത്ത് നിൽക്കുക. അദ്ദേഹം വോട്ട് ചെയ്യാൻ ടോക്കൺ എടുത്തുന്നതാ. ഒരിക്കലും എന്റെ ഇത് ഞങ്ങൾ രണ്ടാൾ ഇടത്തമ്മമാരാ. ഞങ്ങൾ കുടുംബത്തോട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. വെറുതെ പറയാണ്. വോട്ട് ചെയ്ത് ഇപ്പൊ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്താ വോട്ട് ചെയ്യാൻ നിൽക്കുക? ഞങ്ങൾക്കൊക്കെ വെറുതെ പറയാ. എല്ലാരും പേടിപ്പിക്കും. വെറുതെ പറയാ സാറേ, വെറുതെ പറയാണ്. പറയാ ഇപ്പൊ വോട്ട് ചെയ്ത് ഇറങ്ങിയത് ഏതായാലും പോളിംഗ് ബൂത്തിൽ അദ്ദേഹം ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് പയ്യാനക്കലിൽ നേരത്തെയും തെരഞ്ഞെടുപ്പിനിടെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 77.63% ഇതുവരെയും വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിനെ എന്താ സാർ സംഭവിച്ചത്? സംഭവം പറയാം. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയാം. അത് മെഡിക്കൽ പരിശോധന നടത്തണമുണ്ട്. വൈദ്യപരിശോധന നടത്തണം. അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്ന സൂചനകൾ. വടകരയിൽ ഏകദേശം 76.6% വോട്ടിംഗ് നടന്നിട്ടുള്ളത്. കുറ്റ്യാടി 76.6% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ 76.4%, പേരാമ്പ്ര 78.8%, 77.61% എലത്തൂരിൽ നടന്നിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിലാണെങ്കിൽ 77.33%. കോഴിക്കോട് സൗത്തിലാണ് ഏറ്റവും കൂടുതൽ. കോഴിക്കോട് ജില്ലയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് 78.17%. ബേപ്പൂരിൽ 79.7%. സൗത്തിനേക്കാൾ അല്പം കൂടെ മുന്നിലാണ്. കുന്നമംഗലത്താണ് മറ്റൊരു മണ്ഡലം. കുന്നമംഗലത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെന്ന് കണക്കുകൾ വരുന്നത്. 80.35%. കൊടുവള്ളി 77.59%. തിരുവമ്പാടി 77.3%. ഇത്തരത്തിൽ കോഴിക്കോട് ഏതായാലും 80%-അപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇത് 5:30 മണിയോടുകൂടി വന്ന കണക്കുകളാണ്. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ഇതിനകം എത്തിയിട്ടുള്ള 6 മണിക്കകം എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പയ്യാനക്കൽ ഉച്ച മുതൽ തന്നെ ഇത്തരത്തിൽ നേരിയ തോതിലുള്ള അഭിപ്രായങ്ങളും കയ്യേറ്റങ്ങളും കയ്യാങ്കളികളും ഒക്കെയുണ്ട്. പോലീസ് അതിനനുസരിച്ചുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്.